അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് കോൺഫ്ലിക്റ്റ് നെഗോഷിയേഷൻ. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ സ്വാഭാവികമാണ് ആളുകൾ കൂടുന്നിടത്തൊക്കെ തർക്കം എന്നുള്ളത് അത് ഇമ്പമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ പരസ്പരം വിശ്വാസീയത രൂപപ്പെടുത്താൻ, അതുപോലെ തന്നെ ഫെയർനെസ്, അതുപോലെ തന്നെ ട്രസ്റ്റ് ബിൽഡിങ് രൂപപ്പെടുത്താനൊക്കെ കോൺഫ്ലിക്റ്റുകൾ എപ്പോഴും സഹായകമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കൂടുമ്പോഴൊക്കെ ഇങ്ങനെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിലൂടെ പല ഉപകാരങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ അതിനെ വെൽക്കം ചെയ്യുന്ന ഒരു മനോഭാവമാണ് ഇന്ന് നിലനിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് കോൺഫ്ലിക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ നെഗോഷിയേഷൻസിൻ്റെ മാർഗ്ഗങ്ങളൊക്കെ. നമ്മൾ ആദ്യം കോൺഫ്ലിക്റ്റിൻ്റെ ടൈപ്സുകൾ എന്തൊക്കെയാണെന്ന് പറയും, അതുപോലെ തന്നെ അതിൻ്റെ മാനേജ് ചെയ്യേണ്ട സ്റ്റൈലുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറയും, അതുപോലെ നെഗോഷിയേഷൻ്റെ പ്രോസസ്സ് നമ്മൾ പറയും, അതുപോലെ തന്നെ അതിന് ബാർഗെയിൻ ചെയ്യേണ്ട ടൈപ്സുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയും. അപ്പോൾ ആദ്യമായിട്ട് കോൺഫ്ലിക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുമ്പോൾ മറ്റു ടീം അതിനെ പെർസീവ് ചെയ്യുന്ന രൂപത്തിനെയാണ് കോൺഫ്ലിക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വല്ല അഫക്ഷനും അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ ബാക്കിയുള്ള ആളുകളുടെ പ്രതികരണമാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരുപാട് ടൈപ്സുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന് ടാസ്ക് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഗോൾ റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളായിരിക്കും അത്, അല്ലെങ്കിൽ വർക്ക് ബേസ് ചെയ്തിട്ടുള്ള കോൺഫ്ലിക്റ്റുകളായിരിക്കും ടാസ്ക് കോൺഫ്ലിക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഓർഗനൈസേഷനിൽ നടക്കുന്നതായിരിക്കും. രണ്ടാമത്തെ റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ പേഴ്സണൽ ഇഷ്യൂസ് കാരണമായിട്ട് നടക്കുന്ന കോൺഫ്ലിക്റ്റുകളാണ്. മൂന്നാമത്തെ പ്രോസസ്സ് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്നു എന്നതുമായി ബന്ധപ്പെട്ടതാണ് പ്രോസസ്സ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഒരു വർക്ക് നടക്കുന്നതിനിടയിൽ അതിൻ്റെ നന്മ തിന്മ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കോൺഫ്ലിക്റ്റുകളാണ് പ്രോസസ്സ് കോൺഫ്ലിക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ഈ ടാസ്ക് കോൺഫ്ലിക്റ്റ് അതെപ്പോഴും പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യൽ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അവിടെ റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ് പരമാവധി അതിനെ ഇല്ലാതാക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റിൽ ഒരിക്കലും തന്നെ ഗോളുകൾ ഉണ്ടാവുകയില്ല. എന്നാൽ ടാസ്ക് കോൺഫ്ലിക്റ്റുകൾ എപ്പോഴും ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റ് സ്റ്റൈലുകൾ നമുക്ക് പറയാനുള്ളത്. ഒന്ന്, പെട്ടെന്ന് തന്നെ ഡിസിഷൻ മേക്കിംഗ് എടുക്കാതെ ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ വല്ല എഫക്ഷൻ നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പെട്ടെന്ന് തന്നെ ഫയർ ചെയ്യാതെ ക്ഷമയോടുകൂടി ആ കാര്യത്തെ സമീപിക്കുന്നത്. അതിനാണ് കമ്പീറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ട്, കൊളാബറേറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ ആളുകൾക്ക് വല്ല പ്രശ്നങ്ങളും സംഭവിക്കുമ്പോൾ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ സഹായിക്കുന്ന ആ ഒരു മനോഭാവമാണ് കൊളാബറേറ്റിംഗ് മാനേജ്മെൻറ്റ് സ്റ്റൈൽ. മൂന്നാമത് കോംപ്രമൈസിങ് വല്ലതാണ്. എന്ന് വെച്ചാൽ മിഡിൽ പാത്ത് സ്വീകരിക്കുക എല്ലാ കാര്യത്തിലും. അദ്ദേഹം പെർഫെക്ഷനിസം കാണിക്കാതെ മിഡിൽ പാത്തിലൂടെ അദ്ദേഹത്തിൻ്റെ വർക്കിനെ സ്വീകരിക്കുക. അതിനാണ് കോംപ്രമൈസിങ് പറയുന്നത്. നാലാമത്തത് ഇഗ്നോർ ചെയ്യാനുള്ള മനോഭാവം, അത് അവോയ്ഡിങ് എന്നാണ് അതിന് പറയാം. അഞ്ചാമത്തത് ഏതൊരാളെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രിസർവ് റിലേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള മനോഭാവം, അതിനാണ് അക്കോമഡേറ്റിംഗ് മാനേജ്മെൻറ്റ് സ്റ്റൈൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നെഗോഷിയേഷൻ്റെ കുറച്ച് പ്രോസസ്സുകളാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, ആദ്യം തന്നെ പ്രിപ്പറേഷൻ നടക്കണം, അതുപോലെ തന്നെ പ്ലാനിങ്ങുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത് ഗ്രൗണ്ട് റൂൾസ് അവിടെ നടന്നിരിക്കണം. മൂന്നാമത് ക്ലാരിഫിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം, അതുപോലെ ജസ്റ്റിഫിക്കേഷൻ കൂടി വേണം എന്നുള്ളതാണ്. നാലാമത് ബാർഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അഞ്ചാമത്തത് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ബാർഗെയിൻ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മാർഗ്ഗങ്ങളാണ്. ഒന്ന് ഡിസ്ട്രിബ്യൂട്ടീവ് എന്നുള്ളത്, പിന്നെ രണ്ടാമത് ഇൻറ്റഗ്രേറ്റീവ് എന്നുള്ളത്. ഡിസ്ട്രിബ്യൂട്ടീവിൽ നമുക്ക് ഫിക്സഡ് റിസോഴ്സിൽ നമ്മൾ ഒരു പക്ഷേ വിൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ ലോസ് ആയേക്കാം. എന്നാൽ ഇൻറ്റഗ്രേറ്റിൽ അത് ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്യാനുള്ളതായിരിക്കും. അപ്പോൾ രണ്ടാളുകളും വിൻ ചെയ്യുന്ന ഒരു രൂപമാണ് ഇൻറ്റഗ്രേറ്റീവിൽ ഉണ്ടാവുക. എന്നാൽ ഡിസ്ട്രിബ്യൂട്ടീവിൽ ഫിക്സഡ് റിസോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിൽ ഒരാൾ തോൽക്കും മറ്റൊരാൾ വിജയിക്കുന്ന ഒരു രൂപമാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ എഫക്റ്റീവ് നെഗോഷിയേഷനുകളൊക്കെ അധികവും ഇൻട്രസ്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടാവും. ക്വസ്റ്റ്യൻസിന് ഒരിക്കലും എഫക്റ്റീവ് നെഗോഷിയേഷന് ഫോക്കസ് ചെയ്യാറില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് നെഗോഷിയേഷനും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റുകളും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് എങ്ങനെ
ഓർഗനൈസേഷൻ ബിഹേവിയറിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതും കൂടി നമ്മളിത് ചർച്ച ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും.